നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ലഹരി എന്ന വിപത്തിനെതിരെ സംസ്ഥാനത്തെമ്പാടും പോലീസ് അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പുതിയ ഇന്ത്യ പുതിയ കരിയേഴ്സ് തിരഞ്ഞെടുക്കുന്നു, ജോലികൾ തയ്യാറാകുന്നു. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ അരീന ആനിമേഷൻ. റിക്രൂട്ടേഴ്സ് ചോയ്സ്, ഇൻഡസ്ട്രിയുടെ വോയിസ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിലും വലിയ തോതിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, ലഹരി വിമോചന പ്രവർത്തനങ്ങൾ അടക്കം പോലീസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് വിഷു തലേന്ന് ഏപ്രിൽ 13 ഏറ്റുമാനൂരിൽ പോലീസ് സംഘം ആംബ്യൂൾ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏറ്റുമാനൂർ കണ്ടഞ്ചിറയിൽ താമസിക്കുന്ന സന്തോഷ് എന്ന് പറയുന്ന യുവാവിനെയാണ് അന്ന് 230 കുപ്പി ആംബ്യൂളുമായി ഏറ്റുമാനൂർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഈ വിഷയത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് കോട്ടയം ജില്ലാ പോലീസിന്റെ ജാഗ്രത എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കഞ്ചാവ് അടക്കമുള്ള ലഹരികൾ കോട്ടയം ജില്ലയിലേക്ക് എത്തുന്നത് കൊറിയർ വഴിയാണെന്നൊരു വിവരം നേരത്തെ തന്നെ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും ലഹരി വിരുദ്ധ ഡെൻസാഫ് സംഘത്തിനും ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് ഈ പോലീസ് സംഘം ഏതായാലും നമ്മുടെ ജില്ലയിലെ പോലീസിന്റെ ഒരു ജാഗ്രതയുടെ ഒരു കാര്യമാണ് ഇതിൻ്റെ അത് പറയാനുള്ളത്. ജില്ലാ പോലീസ് സംഘം നടത്തിയത് ഈ കൊറിയർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൊറിയർ സ്ഥാപനങ്ങളെ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തുകയും ഇവർക്ക് ഒരു ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കുകയുമായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ജില്ലാ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി AJ തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് പോലീസ് സംഘം ക്ലാസ് എടുത്തിരുന്നത്. ആ ക്ലാസ്സിന് ഫലമുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റുമാനൂരിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ വെളിവാക്കുന്നത്. ഈ 230 കുപ്പി ആംബ്യൂളുമായി ഈ വിഷു തലേന്ന് പിടിയിലായ സന്തോഷ്, ഏറ്റുമാനൂർ കണ്ടഞ്ചിറ സ്വദേശി സന്തോഷിനെയാണ് വിഷു തലേന്ന് പോലീസ് സംഘം പിടികൂടിയത്. ഏറ്റുമാനൂർ SHO അൻസലിന്റെ നേതൃത്വത്തിൽ SA അഖിൽ ദേവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്ന് ഇയാളെ പിടികൂടിയത്, ഈ സന്തോഷിനെ പിടികൂടിയത്. തുടർന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ ആണ്, ഈ ശനിയാഴ്ചയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പുനരന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ സന്തോഷിന്റെ ഫോട്ടോ മാധ്യമങ്ങളിൽ അടക്കം വരുന്ന, ജാഗ്രത ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ സന്തോഷിന്റെ ഫോട്ടോയും വീഡിയോയും അടക്കം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന ഒരു കൊറിയർ സ്ഥാപന ഉടമ ഏറ്റുമാനൂർ പോലീസിനെ കഴിഞ്ഞ ദിവസം ബന്ധപ്പെടുകയായിരുന്നു. ഇവിടെ സമാന രീതിയിലുള്ള ഈ ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരൻ സമാന രീതിയിലുള്ള കവർ പാഴ്സലുകൾ നിരന്തരം എത്തി വാങ്ങിയിരുന്നതായാണ് പോലീസിനോട് പറഞ്ഞിരുന്നത്. ഇയാളെ പ്രതീക്ഷിച്ച്, ഇയാൾ റിമാൻഡിലായി കഴിഞ്ഞതിന് ശേഷം ഇയാളെ പ്രതീക്ഷിച്ചെത്തിയ കൊറിയർ തങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും അൻസലിനോടും SHO അൻസലിനോടും അതുപോലെ തന്നെ അഖിൽ ദേവിനോടും ഈ കൊറിയർ സ്ഥാപനോടൊപ്പം പങ്കുവെക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി ഈ കൊറിയർ ഏറ്റുവാങ്ങി പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടത് ഏതാണ്ട് 430 കുപ്പി ആംബ്യൂളുകളാണ് ഇയാൾ സൂക്ഷിച്ചിരുന്നത്. ഈ ആംബ്യൂൾ പോലീസ് സംഘം പിടിച്ചെടുക്കുകയും പരിശോധന ഇന്ന് രാവിലെ ഡ്രഗ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തി ഈ ആംബ്യൂളുകൾ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഇത് 3-ാം തവണയാണ് ഈ സന്തോഷിനെതിരെ ആംബ്യൂൾ കൈവശം വെച്ചതിന്, ആംബ്യൂൾ വിൽപ്പന നടത്തിയതിന് ഇത്തരത്തിലുള്ളൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ലഹരിയുടെ കഞ്ചാവ്, അതുപോലെ MDMA അടക്കമുള്ള മാരക മയക്കുമരുന്നുകൾ വ്യാപകമായി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഇത്തരത്തിലുള്ള ആംബ്യൂളുകൾ സാധാരണഗതിയിൽ ഈ ജിമ്മുകളിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ഉത്തേജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായാണ് ഈ പ്രതി പറയുന്നത്. ഏതായാലും ഇത്തരം ഉത്തേജനത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ആളുകളെ ലഹരിക്ക് അടിമയാക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശന നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞ 13-ാം തീയതി നമ്മൾ ഈ സന്തോഷം എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 230 സെയിം ആംബ്യൂളായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷണം നടത്തിയതിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയാണ് ഇയാൾ സ്ഥിരമായിട്ട് കൊറിയർ വഴിയാണ് ഈ സാധനം ഇവിടെ എത്തുന്നത്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കൊറിയർ സ്ഥാപനത്തിൽ ചെന്ന് ഇയാളുടെ ഫോട്ടോയും കാര്യങ്ങളും കാണിച്ചപ്പോൾ ഇവർ തന്നെ ഇത് ഈ വാർത്ത അറിഞ്ഞായിരുന്നു. അങ്ങനെയാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്. അവസാനം നമ്മൾ ഈ കൊറിയർ സ്ഥാപനത്തിനും കൂടി ചെന്ന് അവിടെ ആളുകളെ ഫോട്ടോ കാണിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഈ ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞ് ഇയാളാണ് ഇവിടെ സാധനം വന്ന് വാങ്ങുന്നത്. പക്ഷേ അയാളുടെ പേരായിരുന്നില്ല, മറ്റൊരു പേരിലായിരുന്നു, മറ്റൊരു അഡ്രസ്സിലായിരുന്നു. അത് ഫേക്കാണ്. ഇതിപ്പോൾ എത്ര ഉണ്ട് ക്വാണ്ടിറ്റി? ഇതിപ്പോൾ 20 എണ്ണം അടങ്ങുന്ന 20 ബോക്സ് ഉണ്ട്. അതായത് 400 മെഡിസിൻ ഉണ്ട്, ആംബ്യൂളുകളുണ്ട്, 400 ഉണ്ട്. സാധാരണ ഈ രക്തസമ്മർദ്ദം ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതൊരു മെഡിസിനാണ്. ഇത് ലീഗലായിട്ടുള്ളൊരു മെഡിസിനാണ്. പക്ഷേ അത് ഷെഡ്യൂൾഡ് H കാറ്റഗറിയിൽ വരുന്ന പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം ഡോക്ടർ നൽകുന്നത്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടാത്ത മെഡിസിനാണ്. പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ, ഒരെണ്ണം കിട്ടുന്നതിൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു മെഡിസിനാണ് ഈ 200, 300, 400 എണ്ണം ഇയാൾ അളവിൽ കവിഞ്ഞ രീതിയിൽ പൊസിഷൻ കയ്യിൽ വെക്കുന്നത്, പർച്ചേസ് ചെയ്ത് വിൽക്കാൻ നടത്തുന്നത്. ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട്
ഏതായാലും ഇത്തരത്തിൽ പോലീസ് കർശനമായി തന്നെ ഈ ലഹരി വിപത്തിനെതിരെ മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും ഒടുവിലുള്ള ഉദാഹരണമാണ് ഈ കൊറിയർ സ്ഥാപന ഉടമകളെ ഇത്തരത്തിൽ ബോധവൽക്കരിക്കുകയും അവർ തന്നെ പോലീസിനെ വിളിച്ച് വിവരം പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ നാട് ഒറ്റക്കെട്ടായി ഈ ലഹരിക്കെതിരെ പോരാടട്ടെ എന്ന് തന്നെയാണ് ജാഗ്രതാ ന്യൂസിനും പറയാനുള്ളത്. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും ടീം ജാഗ്രത.